പറയാൻ കിട്ടുന്നില്ല. പിന്നെ ഞാൻ വന്നേക്കണത് ആക്ച്വലി ഞാൻ എൻ്റെ കാറ് കൊടുക്കണത് ഒരു 4 വർഷത്തെ അടുപ്പുണ്ട് ഞാൻ ഈ കാറായിട്ട്. ഞാൻ ഫസ്റ്റ് ജോലി കിട്ടിയ സമയത്ത് ഏൺ ചെയ്ത് EMI അടച്ച് കൊണ്ടുനടന്ന വണ്ടിയാണ് എൻ്റെ ഓൾട്ടോ 800. അപ്പോൾ 4 വർഷമായി EMI ഒക്കെ കഴിഞ്ഞ്. പിന്നെ ഞാനത് പയ്യെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ എൻ്റെ ഇതൊന്ന് മാറ്റണം. അതിൻ്റെ റീസൺ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും. പക്ഷേ എൻ്റെ സൈസും ഹൈറ്റൊക്കെ ഇട്ട് ഈ വണ്ടി അങ്ങോട്ട് സെറ്റ് ആവാണ്ടായി തുടങ്ങി. ഞാൻ എടുത്ത സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, ഓടിച്ച് പഠിക്കാനൊക്കെ ആയിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഇപ്പോൾ ഏകദേശം കൈ തെളിഞ്ഞ്. അപ്പോൾ അത് പയ്യൊന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് ചോദിച്ചു. കുറച്ചും കൂടി ഒരു വലിയ സെഡാൻ ടൈപ്പ് ഏതെങ്കിലും ഫാമിലി ആയിട്ട് പോകാൻ പറ്റണ്ടായി. ആ കൂടി ചെറിയൊരു ലിമിറ്റഡ് സൈസേ ഉള്ളൂ. ഇപ്പോൾ ബാക്കിലൊരു 2 പേര് ഇരുന്ന സൈസ് നിറയും, 3 പേർക്ക് കഷ്ടിച്ചിരിക്കാം. ഇപ്പം ലോങ് ഒന്നും പോകാൻ പറ്റാണ്ടായി. ഇത്രയും പേര് ഇരിക്കും. പിന്നെ അങ്ങനെ 2 പേരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത്ര പേര് ഫാമിലി മെമ്പേഴ്സ് കൂടുമ്പോൾ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാനത് കൊടുക്കണം. അല്ലെങ്കിൽ ഞാനത് കൊടുക്കില്ല. അത്യാവശ്യം നല്ല മൈലേജും പിന്നെ എൻ്റെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകാൻ നേരത്തെ എൻ്റെ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കമ്പാനിയനായിരുന്നത്. കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ചെയ്യുക, ഓരോ കാലഘട്ടത്തിലും എല്ലാം ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ മാറ്റേണ്ട ടൈം വന്നതിനാൽ മാറ്റണം. പിന്നെ ഇതിനകത്ത് കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് പിടിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ വന്നുണ്ട്. അപ്പോൾ കാസ് 24-ലാണ് ഞാനത് കൊടുക്കണത്. അവർ വന്ന് ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് പോയി. അപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റും പറഞ്ഞ്. അപ്പോൾ അതിൽ കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. വേറൊരു വണ്ടി എടുക്കും. അത് ദൈവാനുഗ്രഹിച്ച് എല്ലാം ഒന്ന് സെറ്റായി വന്നെയാണെങ്കിൽ അത് തന്നെ അങ്ങോട്ട് പൊക്കിയിടാമെന്ന് വിചാരിക്കുന്നത്. ഫ്രഷ് ഒന്നല്ല, സെക്കൻഡ് തന്നെയാണ് എടുക്കുന്നത്. അപ്പം അത് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ശരിക്കും മിസ് ചെയ്യും എൻ്റെ വണ്ടി. ശരി, നമ്മളിപ്പോ ഇന്ന് വണ്ടി കൊടുക്കുവാണ്. എന്താണ് നിനക്ക് പറയാനുള്ളത്? എന്നാലും എന്തെങ്കിലുമൊക്കെ പറ, മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്യും. നമ്മളുടെ ഈ ഇന്നത്തെ ചിലപ്പോ ലാസ്റ്റ് യാത്ര ആയിരിക്കും നമ്മുടെ ഈ വണ്ടിയുടെ. അപ്പൊ അതൊന്ന് പറയടി. പറയാൻ കിട്ടുന്നില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ ഫസ്റ്റ് ട്രിപ്പ് പോയ വണ്ടിയാണ് വാഗമണിലോട്ട്, അല്ലേ? പിന്നെ അവിടെ നിന്ന് തുടങ്ങിയ ജേണി ഏകദേശം 4 വർഷം കൂടെ ഉണ്ടായിരുന്നു. 4 വർഷത്തിൽ ഇന്നൊരു ലാസ്റ്റ് ഡേ, വിടവാങ്ങൽ ഡേ ആണ്. പറ. പറയാൻ കിട്ടുന്നില്ല. അപ്പൊ അതാണ് സംഭവം. നമ്മുടെ ഒരു കൂടപ്പിറപ്പായിരുന്നു, കമ്പാനിയനായിരുന്നു ആള്. ഇന്ന് ചിലപ്പോ വിട പറയും. അങ്ങനെ വേറെ ആരെങ്കിലുടെയൊക്കെ കയ്യിലോട്ടൊക്കെ ചിലപ്പോൾ എത്തുമായിരിക്കും. വിഷമമുണ്ട്, വിഷമില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു കൂടപ്പിറപ്പ് പോണ ഒരു സെയിം അതേ ഫീലിങ്സ് തന്നെയാണ് നമ്മുടെ ഒരു അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് സ്വന്തമായി CC ഒക്കെ അടച്ച് സ്വന്തമായി നേടിയെടുത്ത വണ്ടി. അഹങ്കാരത്തോടെ പറയാം, സ്വന്തമായി നേടിയെടുത്ത വണ്ടി. അപ്പൊ ഇത് ചെറിയ വണ്ടി ആയാലും വലിയ വണ്ടി ആയാലും നമ്മൾ സ്വന്തമായിട്ടത് ഏൺ ചെയ്ത് ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ്. പിന്നെ അത് കൊടുക്കേണ്ട സിറ്റുവേഷൻസിൽ ചിലപ്പോൾ അത് കൊടുത്തു പോകും. ചിലപ്പോൾ ഇത് പോയി വലുത് വരും എന്ന് വിശ്വസിക്കുന്നു. വലുത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലത് വരട്ടെ. അങ്ങനെ ഇതിന്ന് നമ്മുടെ ലാസ്റ്റ് ജേണി വിത്ത് മൈ ഓൾട്ടോ 800. അങ്ങനെ കളം കാലിയായിരിക്കുകയാണ്.